1999 ഒരു രാത്രി കെസവോ യുദ്ധം മുറുകുന്ന സമയം. ആകാശത്ത് ഒരു നിഴൽ പോലെ റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ ഒരു വമ്പം പക്ഷി പറക്കുന്നുണ്ട്. അതാണ് B-2 സ്റ്റെൽത്ത് ബോംബർ, ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ യുദ്ധവിമാനം. അമേരിക്കയിൽ നിന്ന് ദൂരെ മിസോറയിലെ വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന ഈ നിശബ്ദ കൊലയാളി ഒരു രഹസ്യ ദൗത്യമായാണ് യൂറോപ്പിലേക്ക് യാത്ര തിരിക്കുന്നത്. B-2വിൻ്റെ കോക്പിറ്റിൽ പൈലറ്റും കോ പൈലറ്റും ഒരു വലിയ യന്ത്രത്തിൻ്റെ ഹൃദയം ഇരിക്കുന്നത് പോലെയാണ്. ചുറ്റും ഡിജിറ്റൽ സ്ക്രീനുകളും ലക്ഷ്യം കൃത്യമായി തിരഞ്ഞെടുക്കുവാനുള്ള ഹൈടെക് ഉപകരണങ്ങളും. ഓപ്പറേഷൻ അലൈറ്റ് ഫോഴ്സ് എന്ന നാറ്റോയുടെ ദൗത്യത്തിൻ്റെ ഭാഗമായി സെർബിയയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളാണ് അവരുടെ ടാർഗറ്റ്. ശത്രുവിൻ്റെ ആയുധശേഖരങ്ങൾ, സൈനിക താവളങ്ങൾ, ആശയവിനിമയ കേന്ദ്രങ്ങൾ. വിമാനം ആകാശത്തോടെ ഒഴുകുന്നു, ഒരു പ്രേതം പോലെ. B-2വിൻ്റെ പ്രത്യേകത അതിൻ്റെ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയാണ്. റഡാറുകൾക്ക് ഇതിനെ കണ്ടെത്തുവാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിൻ്റെ ആകൃതിയും ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളും റഡാർ തരംഗങ്ങളെ വഴിതിരിച്ചു വിടുന്നു. ശത്രുവിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഉറങ്ങുമ്പോൾ B-2 നിശബ്ദമായി അവരുടെ ആകാശത്ത് കടന്നു ചെല്ലും. സെർബിയയുടെ ആകാശത്ത് എത്തിയപ്പോൾ പൈലറ്റിൻ്റെ ഹൃദയമിടിപ്പൊന്നുകൂടി. ലക്ഷ്യം ലോക്ക് ചെയ്തു, കോ പൈലറ്റ് പറഞ്ഞു. അവർ ഒരു സൈനിക ആയുധശാലയാണ് ലക്ഷ്യമിട്ടത്. B-2വിൻ്റെ ഒരു ബട്ടൺ അമർത്തിയതോടെ ബോംബുകൾ നിശബ്ദമായി താഴേക്ക് പതിച്ചു. ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഒന്നും സംഭവിക്കാതെ പോലെ തോന്നും. പക്ഷേ ഭൂമിയിൽ ശത്രുവിൻ്റെ ആയുധശാല ഒരു തീഗോളമായി മാറി. B-2 ആരും അറിയാതെ തൻ്റെ ജോലി പൂർത്തിയാക്കി. ആക്രമണം കഴിഞ്ഞ് B-2 വീണ്ടും നിഴലായി മാറി. ശത്രുവിൻ്റെ റഡാർ ഇപ്പോഴും ഒന്നും കണ്ടെത്തിയിട്ടില്ല. വിമാനം ശത്രുവിൻ്റെ ആകാശത്തു നിന്നും പതുക്കെ അമേരിക്കയിലേക്കുള്ള ദീർഘയാത്ര തുടങ്ങി. നീണ്ട 30 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം B-2 മിസോറയിലെ താവളത്തിൽ തിരിച്ചെത്തി. അവർ ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു, B-2വിൻ്റെ ആദ്യത്തെ യുദ്ധവിജയം. അങ്ങനെ ആ രാത്രി ഒരു നിശബ്ദ വേട്ടക്കാരൻ ആകാശത്ത് പറന്ന് ശത്രുവിനെ തോൽപ്പിച്ച് ആരും അറിയാതെ തിരിച്ചെത്തിയിരിക്കുന്നു. 1960കളുടെ അവസാനം ലോകം ഒരു പുകമറയ്ക്കുള്ളിൽ. അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ തണുത്ത യുദ്ധം കനൽ പോലെ ഇരിഞ്ഞു. ആകാശത്തും കടലിലും ഭൂമിയിലും നിന്റെ ആയുധം എന്നെക്കാൾ വലുതല്ല എന്ന മത്സരം. പക്ഷേ ഈ കഥയുടെ തുടക്കം ഒരു ദുഃഖകരമായ പാഠത്തിൽ നിന്ന്. വിയറ്റ്നാം യുദ്ധം 1955 മുതൽ 1975 വരെ അമേരിക്കൻ സൈന്യത്തിൻ്റെ കണ്ണു തുറപ്പിക്കുകയായിരുന്നു. അമേരിക്കയുടെ B-52 ബോംബറുകൾ ആകാശത്ത് ഗർജിച്ചു. ടൺ കണക്കിന് ബോംബുകൾ വർഷിച്ചു. പക്ഷേ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. വിയറ്റ്നാമിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സോവിയറ്റിൻ്റെ സഹായത്തോടുകൂടി അമേരിക്കൻ വിമാനങ്ങളെ റഡാറിൽ പിടികൂടി. മിസൈലുകൾ വന്നു, വിമാനങ്ങൾ തകർന്നു, പൈലറ്റുകൾ പിടിക്കപ്പെട്ടു. ഞങ്ങളുടെ ബോംബറുകൾ വലുതാണ്, പക്ഷേ അവയെ കാണാതിരിക്കാൻ ഒരു വഴി വേണം. അമേരിക്കൻ സൈനിക തലച്ചോറുകൾ ചിന്തിച്ചു. വിയറ്റ്നാമിൽ നിന്ന് ലഭിച്ച പാഠം B-2വിൻ്റെ ജന്മത്തിന് ഒരു വഴിത്തിരിവായി. 1970കളിലേക്ക് വരുമ്പോൾ തണുത്ത യുദ്ധം കൂടുതൽ കടുത്തു. സോവിയറ്റ് യൂണിയൻ്റെ റഡാറുകളും മിസൈലുകളും ലോകോത്തരമായിരുന്നു. ഒരു ആണവ യുദ്ധം വന്നാൽ അമേരിക്കൻ ബോംബറുകൾ സോവിയറ്റിൻ്റെ ആകാശത്ത് എത്തും മുൻപ് തകർക്കപ്പെടുമെന്ന് പെൻറ്റഗൺ ഭയപ്പെട്ടു. നമുക്കൊരു പ്രേതം വേണം, അവർ പറഞ്ഞു. ഒരു വിമാനം റഡാറുകൾ കണ്ണിൽപ്പെടാതെ ശത്രുവിൻ്റെ ഹൃദയത്തിൽ തുളയ്ക്കാൻ കഴിയുന്നവൻ. ഇവിടെയാണ് B-2വിൻ്റെ ആശയം ഒരു തീപ്പൊരിയായി ജ്വലിച്ചത്. ആ കാലത്ത് ഒരു രഹസ്യ ലാബിൽ എന്തോ മാന്ത്രികം നടക്കുന്നുണ്ടായിരുന്നു. ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി, വിമാനത്തിൻ്റെ ആകൃതി വളച്ചൊടിച്ചാൽ റഡാർ തരംഗങ്ങൾ തട്ടിത്തെറിപ്പിക്കാം. അതിൻ്റെ ശരീരത്തിൽ റഡാർ തരംഗങ്ങളെ ആഗിരണം ചെയ്യുന്ന വസ്തുക്കൾ പൊതിഞ്ഞാൽ വിമാനം അപ്രത്യക്ഷമാകും. ഈ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ ആദ്യം F-117 എന്ന ചെറുവിമാനത്തിൽ പരീക്ഷിച്ചു. അത് വിജയമായപ്പോൾ അമേരിക്കൻ ജനറൽമാർ സ്വപ്നം കണ്ടു, ഇതേ മായാജാലം ഒരു ഭീമൻ ബോംബറിൽ പരീക്ഷിച്ചാലോ. അങ്ങനെ B-2 സ്പിരിറ്റ് എന്ന ആകാശപ്രേതത്തിൻ്റെ ബ്ലൂ പ്രിന്റ് ജനിച്ചു. B-2 ഒരു ഓൾറൗണ്ടറായാണ് ഉണ്ടാക്കിയത്. തണുത്ത യുദ്ധത്തിൽ ആണവ ബോംബുകൾ വഹിച്ച് സോവിയറ്റിൻ്റെ ആഴക്കടലിലെ മുങ്ങിക്കപ്പലുകൾ മുതൽ ബങ്കറുകൾ വരെ തകർക്കുവാൻ ഇതിന് കഴിയണം. പക്ഷേ വിയറ്റ്നാമിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, യുദ്ധം എപ്പോഴും ആണവ യുദ്ധങ്ങൾ ആയിരിക്കണമെന്നില്ല. സാധാരണ ബോംബറുകൾ കൃത്യമായി ലക്ഷ്യം തേടുന്ന സ്മാർട്ട് ആയുധങ്ങൾ വേണം. B-2വിനെ ഇതിനെല്ലാം കഴിവുള്ളവനാക്കി. ഒരു ആണവ ഭീമനും പിന്നെ ഒരു സൂപ്പർ നിഞ്ചയും. B-2വിന് ഒറ്റ ഇന്ധന നിറക്കലിൽ 10,000 കിലോമീറ്റർ പറക്കാം. അമേരിക്കയിൽ നിന്നും പറന്നുയർന്ന് ലോകത്തിൻ്റെ മറ്ററ്റത്ത് ശത്രു താവളങ്ങൾ തകർത്ത് തിരിച്ചെത്താം. വിയറ്റ്നാമിൽ വിദേശ താവളങ്ങൾ ആശ്രയിക്കേണ്ടി വന്നതിൻ്റെ പാഠങ്ങൾ ഇവിടെ പ്രയോജനപ്പെട്ടു. B-2വിന് ഇടത്താവളം വേണ്ട, അവന് ഒറ്റയ്ക്ക് ഒരു ലോകയാത്ര പോകാം.
B2 സ്റ്റെൽത്ത് ബോംബർ ശത്രുവിന്റെ ആകാശത്ത് കടക്കുമ്പോൾ ഒരു നിഴലിന്റെ നിശബ്ദതയോടെ യുദ്ധത്തിന്റെ ആദ്യ ഇടിമുഴക്കമായി മാറുന്നു. 1990കളിലെ കെസവോ യുദ്ധം മുതൽ 2001 അഫ്ഗാനിസ്ഥാൻ, 2003 ഇറാഖ്, 2014 ലിബിയ വരെ B2വിന്റെ റോൾ തെളിഞ്ഞിട്ടുണ്ട്. ശത്രുവിന്റെ റഡാറുകൾ ഉറങ്ങുമ്പോൾ ഈ ആകാശപക്ഷി ഒരു പ്രേതം പോലെ ശത്രുവിന്റെ ഹൃദയത്തിൽ ഇടുത്തി വീഴ്ത്തും. B2വിന്റെ പ്രധാന റോൾ യുദ്ധത്തിന്റെ ആദ്യ ചുവടുവെപ്പ് നടത്തുക എന്നതാണ്. ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, റഡാറുകൾ, മിസൈൽ ലോഞ്ചറുകൾ, ആശയവിനിമയ കേന്ദ്രങ്ങൾ ഇവയാണ് ആദ്യം തകർക്കുന്നത്. 1999 കെസവോ യുദ്ധത്തിൽ സെർബിയയുടെ റഡാറുകൾ ഒന്നും കാണാതെ ഇരിക്കെ B2 ആയുധശാലകളും സൈനിക താവളങ്ങളും പൊടിയാക്കി. ഇത് നാറ്റോയുടെ മറ്റു വിമാനങ്ങൾക്ക് ആകാശം തുറന്നുകൊടുത്തു. ഒരു തന്ത്രജ്ഞന്റെ ആദ്യ നീക്കം പോലെ B2 ശത്രുവിന്റെ കണ്ണുകൾ അടപ്പിച്ചു. B2 ശത്രുവിന്റെ ഹൃദയത്തെ ലക്ഷ്യമിടുന്നു. ആഴക്കടലിലെ ബങ്കറുകൾ, ആയുധശേഖരങ്ങൾ, റെയിൽവേ ജംഗ്ഷനുകൾ, താപനിലയങ്ങൾ. 2023 ഇറാഖ് യുദ്ധത്തിൽ സദ്ദാം ഹുസൈന്റെ ഭൂമിക്കടിയിലുള്ള ബങ്കറുകൾ GBU-57 ബോംബറുകൾ ഉപയോഗിച്ച് B2 തകർത്തിരുന്നു. B2 ഒരു ആക്രമണകാരി മാത്രമല്ല, ഒരു നിരീക്ഷകനും വഴികാട്ടിയുമാണ്. അതിന്റെ AN/APQ-181 റഡാറുകൾ ശത്രുപ്രദേശങ്ങളുടെ ഭൂപ്രകൃതി സ്കാൻ ചെയ്യുന്നു, ലക്ഷ്യങ്ങളെ കണ്ടെത്തുന്നു, മറ്റു സൈനിക വിഭാഗങ്ങൾക്ക് സന്ദേശങ്ങൾ നൽകുന്നു. 2017 ലിബിയയിൽ ISSന്റെ ക്യാമ്പുകൾ കണ്ടെത്തി 80ലധികം ലക്ഷ്യങ്ങൾ ഒറ്റാക്രമണത്തിൽ തകർത്തു. ഇനി നമുക്ക് പ്രധാന ചോദ്യത്തിലേക്ക് കടക്കാം. B2 തകർന്നിട്ടുണ്ടോ? ഔദ്യോഗിക രേഖകൾ പ്രകാരം B2 സ്റ്റെൽത്ത് ബോംബർ ശത്രുവിന്റെ ആക്രമണത്തിൽ തകർന്നിട്ടില്ല. എന്നാൽ അപകടങ്ങൾ മൂലം 2 B2 വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 2008 ഫെബ്രുവരി 23 സ്പിരിറ്റ് ഓഫ് കാൻസസ് എന്ന B2 ഗുവാമിലെ എയർഫോഴ്സ് ബേസിൽ നിന്നും ടേക്ക് ഓഫ് സമയത്ത് തകർന്നു. ആ അപകടത്തിന് കാരണം പോർട്ട് ട്രാൻസ്യൂട്ട് യൂണിറ്റിലെ ഈർപ്പം മൂലം എയർ ഡാറ്റ സിസ്റ്റത്തിന് തെറ്റായ വിവരങ്ങൾ എത്തിയതാണ്. വിമാനം പൂർണ്ണമായി നശിച്ചു. $1.4 ബില്യൺ നഷ്ടമുണ്ടായി. 2 പൈലറ്റുമായി സുരക്ഷിതമായി രക്ഷപ്പെട്ടു. 2022 ഡിസംബർ മിസോറയിലെ വൈറ്റ് മാൻ എയർഫോഴ്സ് ബേസിൽ ഒരു B2 അടിയന്തര ലാൻഡിങ്ങിനെതിരെ തീപിടിച്ചു. ഈ വിമാനം പുനഃസ്ഥാപിക്കുവാൻ ചെലവേറിയതിനാൽ 2025 ഔദ്യോഗികമായി റിട്ടയർ ചെയ്തു. ഇതോടെ US എയർഫോഴ്സിന്റെ B2 ഫ്ലീറ്റ് 19 വിമാനങ്ങളായി ചുരുങ്ങി. ശത്രു രാജ്യങ്ങൾക്ക് B2വിനെ തകർക്കാൻ കഴിയുമോ? B2വിന്റെ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ, റഡാർ, ഇൻഫ്രാറെഡ്, ശബ്ദം, ദൃശ്യ സിഗ്നേച്ചർ കുറവായതിനാൽ ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കുന്നു. 50,000 അടി ഉയരത്തിൽ പറക്കുന്ന ഈ വിമാനം ഫോഴ്സ് മൾട്ടിപ്ലയർ ആണ്. കാരണം ഇതിന് അകമ്പടി വിമാനത്തിന്റെ ആവശ്യമില്ല. എന്നാൽ ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ B2വിനെ വെല്ലുവിളിക്കാൻ ശേഷിയുള്ളതാണ്. ലോ ഫ്രീക്വൻസി റഡാറുകൾ, റഷ്യയുടെ S-400, S-500 സംവിധാനങ്ങളും ചൈനയുടെ HQ-9B, HQ-27 പോലെയുള്ള ലോ ഫ്രീക്വൻസി റഡാറുകൾ ഉപയോഗിച്ച് B2വിന്റെ സ്റ്റെൽത്തിനെ ഭാവികമായി കണ്ടെത്തുവാൻ സാധ്യതയുണ്ട്. ഇൻഫ്രാറെഡ് സർച്ച് ആൻഡ് ട്രാക്ക്, റഷ്യയുടെ Su-57, ചൈനയുടെ J-20 IRST സംവിധാനങ്ങൾ B2വിന്റെ താപ സിഗ്നേച്ചർ കണ്ടെത്തുവാൻ സാധ്യതയുണ്ട്. 1999 കെസവോ യുദ്ധത്തിൽ F-117 നൈറ്റ് ഹോക്ക് സ്റ്റെൽത്ത് വിമാനത്തെ സെർബിയയുടെ S-125 മിസൈലിന് ഇരയായി. B2വിന്റെ സ്റ്റെൽത്ത് F-117നേക്കാളും മികച്ചതാണെങ്കിലും റഷ്യ, ചൈന പോലെയുള്ള രാജ്യങ്ങളുടെ ആധുനിക എയർ ഡിഫൻസ് സിസ്റ്റം ഒരു ഭീഷണിയാണ്. 2024 യമൻ ആക്രമണത്തിൽ ഹൂതികളുടെ ദുർബലമായ പ്രതിരോധത്തെ B2 എളുപ്പം മറികടന്നു. പക്ഷേ റഷ്യയുടെ S-500-നെതിരെ ഇതുവരെ ഇത് പരീക്ഷിച്ചിട്ടില്ല. B2വിനെ തകർക്കുവാൻ ശത്രുവിന് സാധിക്കുമോ? പക്ഷേ അത് വളരെ ബുദ്ധിമുട്ടാണ്. B2വിന്റെ സ്റ്റെൽത്ത്, ഉയർന്ന വേഗത, തന്ത്രപ്രധാന റൂട്ട്, പ്ലാനിംഗ് എന്നിവ മിക്ക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കുവാൻ സഹായിക്കുന്നു. എന്നാൽ ആധുനിക റഡാറുകളും മിസൈലുകളും B2വിന് ഒരു വെല്ലുവിളിയാണ്. B2 2032 B-21 റൈഡർ ഉപയോഗിച്ച് റിട്ടയർ ചെയ്യപ്പെടും. B-21 കൂടുതൽ ആധുനിക സ്റ്റെൽത്തും ചെറിയ റഡാർ ക്രോസ് സെക്ഷനും വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ യുദ്ധവും ആയുധങ്ങളും മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല. B2 പോലെയുള്ള സാങ്കേതിക വിസ്മയങ്ങൾ യുദ്ധത്തിന്റെ തീവ്രതയും നാശവും വർദ്ധിപ്പിക്കുന്നു. പക്ഷേ ലോകത്തിനു വേണ്ടത് സമാധാനത്തിന്റെ പാതയാണ്. യുദ്ധങ്ങൾ രക്തവും കണ്ണീരും മാത്രം ബാക്കി വയ്ക്കുന്നു. സമാധാനവും സ്നേഹവും ഐക്യവും നിലനിർത്തുക. ആയുധങ്ങളുടെ മത്സരത്തിന് പകരം സഹവർത്തിത്വത്തിൻ്റെയും സഹകരണത്തിൻ്റെയും പാലങ്ങൾ പണിയണം. B2വിൻ്റെ ശക്തി ഒരു മുന്നറിയിപ്പാണ്.
നമ്മുടെ ബുദ്ധി നാശത്തിനല്ല, ലോകത്തെ ഒന്നിപ്പിക്കുവാനുള്ള ശക്തമായ ഒരു ഉപകരണമാക്കണം. സമാധാനമാണ് മനുഷ്യൻ്റെ യാഥാർത്ഥ്യ വിജയം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.